ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 98ാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? എൻ്റെ ചേട്ടായി, ഇതാ നിങ്ങളുടെ കുഞ്ഞ്. ഇവിടെ എത്തുന്നവരെ മനുഷ്യനൊരു സമാധാനം തന്നിട്ടില്ല. എത്ര തവണ വിളിക്കണേ? ഞാൻ പറഞ്ഞല്ലേ എത്താറായിന്ന്. എന്നിട്ട് 5 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ വിളിച്ചോളും. കയ്യിലുള്ള കുഞ്ഞിനെ ശിവയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് രശ്മി പറഞ്ഞു. ചെറിയൊരു പേടിയുണ്ടെങ്കിലും ശിവ കുഞ്ഞിനെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളുടെ നെറുകിൽ മുത്തമിട്ടു. ശിവയെ പാർവണിയും അതിശയത്തോടെ കാണുകയായിരുന്നു. കുഞ്ഞ് ആരോടും എളുപ്പത്തിൽ കൂട്ടാകാറില്ല. പക്ഷേ ശിവയോട് എത്ര പെട്ടെന്നാണ് കുഞ്ഞ് കൂട്ടായത്. അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ അവളും തിരിച്ചറിഞ്ഞിരിക്കും. ശിവയെയും കുഞ്ഞിനെയും നോക്കി പാർവണ മനസ്സിൽ പറഞ്ഞു. ശിവ കുഞ്ഞിനെയും കൊണ്ട് റൂമിലേക്ക് പോയി കുഞ്ഞിനെ ബെഡിൽ കിടത്തി. അപ്പോഴേക്കും പാർവണ അവിടേക്ക് വന്നിരുന്നു. ശിവ അവളെ ഒന്ന് നോക്കിയ ശേഷം ബാഗിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. പാർവണ കുഞ്ഞിനെ എടുത്ത് അവൾക്ക് പാല് കൊടുത്തു. ശേഷം അവളെയും കൊണ്ട് രശ്മിയുടെ റൂമിലേക്ക് നടന്നു. പുറത്തു പോയി വന്ന കാരണം കുഞ്ഞിനെ കുളിപ്പിച്ച് റൂമിലേക്ക് തന്നെ വന്നു. അപ്പോഴേക്കും ശിവ കുളി കഴിഞ്ഞിറങ്ങിയിരുന്നു. ഒരു ഷോർട്സ് മാത്രമാണ് വേഷം. അച്ഛടെ പൊന്നുമോള് കുളിച്ച് സുന്ദരി കുട്ടിയായോടാ. പാർവണയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് ബെഡിലേക്ക് കടത്തി ഒപ്പാവന് ഇരുന്നു. അച്ഛടെ പൊന്നുവാ, കുട്ടി ആരാ? അവളുടെ കുഞ്ഞു വയറിൽ ഉരസിക്കൊണ്ട് പറഞ്ഞത് ഇക്കിളി കൊണ്ട് കുഞ്ഞു ചിരിക്കാൻ തുടങ്ങി. അച്ഛടെ ചുഞ്ചിരി കുട്ടി ആരാ? ശിവ വീണ്ടും മുഖം കൊണ്ട് ഇക്കിളിയാക്കിയതും കുഞ്ഞു കുലുങ്ങി ചിരിക്കാൻ തുടങ്ങി. അവരുടെ ചിരികൾ നോക്കി പാറുണയും കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. ഫുഡ് ഞാൻ എടുത്തു വെക്കാം, ചേച്ചി പോയി ചേട്ടായി വിളിച്ചിട്ട് വാ. ഫുഡ് അടുക്കളയിൽ നിന്ന് എടുത്തുകൊണ്ട് രശ്മി പറഞ്ഞു. പാറുണ ശിവയെ വിളിക്കാനായി റൂമിലേക്ക് പോയി. പക്ഷെ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. കുഞ്ഞ് നല്ല ഉറക്കത്തിലാണ്. പാറുണ ബാൽക്കണിയിൽ നോക്കിയിട്ട് അവനെ കാണാതായപ്പോൾ ഫ്ലാറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അവൻ പുറത്ത് ആരോടെ സംസാരിച്ച് നിൽക്കുകയാണ്. അത് കണ്ട് അവൻ്റെ അരികിലേക്ക് നടന്നു. ഇയാളെന്താ ശ്രീകൃഷ്ണനാണോ ചുറ്റും ഗോപികുമാരിയായിട്ട് നിൽക്കാൻ? ഇവളുമാർക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്തിനാ അവരോട് പറയണേ? ഷർട്ട് കൂടാതെ നിൽക്കുന്ന കണ്ടില്ലേ കൊള്ളക്കൂടി. കുറച്ച് പെൺകുട്ടികളോട് ചിരിച്ചു നിൽക്കുന്ന ശിവയെ നോക്കി പാറുണ പെരുവിറുത്തു. ഫുഡ് കഴിക്കാൻ വരുന്നില്ലേ? അവരെ അടുത്ത് വന്ന് പാറുണ ഗൗരവത്തിൽ ചോദിച്ചു. നീ നടന്നു, ഞാൻ ഇപ്പോൾ വരാം. അത് പറഞ്ഞ ശിവ വീണ്ടും അവരോട് സംസാരിക്കാൻ തുടങ്ങി. അതുകൂടെ കണ്ടതും പാറുണയ്ക്ക് ആകെ ദേഷ്യം വരാൻ തുടങ്ങി. അതൊന്നും പറ്റില്ല, രശ്മി കുറേ നേരമായി വെയിറ്റ് ചെയ്യണു. അവൾ അവനരികിലേക്ക് നിന്നുകൊണ്ട് പറഞ്ഞു. എന്നാൽ നിങ്ങൾ കഴിച്ചോ. ഈ കൊള്ളക്കളവൻ്റെ അന്ത്യം മിക്കവാറും എൻ്റെ കൈ കൊണ്ട് തന്നെയായിരിക്കും. പാർവണ ആത്മകഥിച്ചു. കുഞ്ഞുണർന്നു, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം, കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല. അവളത് പറഞ്ഞതും ആ പെൺകുട്ടികളോട് സംസാരിച്ചു നിന്നിരുന്ന ശിവ സംസാരം നിർത്തി. വാ. അത് പറഞ്ഞ ശിവ വേഗത്തിൽ റൂമിലേക്ക് നടന്നു. അവൻ റൂമിലെത്തിയപ്പോൾ കുഞ്ഞ് നല്ല ഉറക്കത്തിൽ തന്നെയായിരുന്നു. നീ എന്തിനാ കുഞ്ഞുണർന്നു എന്ന് കള്ളം പറഞ്ഞേ? പിന്നിൽ വന്ന പാർവണയോടെ അവൻ ചോദിച്ചു. അത് പിന്നെ കുഞ്ഞു ഉണർന്നിരുന്നു, പിന്നെ വീണ്ടും ഉറങ്ങിന്ന് തോന്നുന്നു. അവളെങ്ങനെയോ പറഞ്ഞു ഒപ്പിച്ചു. ഡി നിക്കടി അവിടെ. അവൻ പിന്നെയെന്ന് വിളിച്ചു. ഞാനിവിടെ നിന്ന് അടുക്കളയിൽ എൻ്റെ പണികൾ താമൊന്നും ചെയ്യോ? അത് പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു. പോകുന്ന വഴി ഹാങ്ങറിൽ കിടക്കുന്ന ശിവയുടെ ഷർട്ട് എടുത്ത് അവൾ അവൻ്റെ മേലോട്ട് എറിഞ്ഞു. ഇവിടെ ബോഡി ഷോ ഒന്നും നടക്കണില്ല, ഇങ്ങനെ ഷർട്ട് ഇടാതെ മനസ്സിലും കാണിച്ച് നടക്കാൻ. മുഖം തിരിച്ചു പറഞ്ഞ് അവൾ പുറത്തേക്ക് പോയി. അവൾ തൻ്റെ മേലേക്ക് എറിഞ്ഞ ഷർട്ട് എടുത്തിട്ടുകൊണ്ട് ശിവയും പുറത്തേക്ക് നടന്നു. പാർവണയും രശ്മി അപ്പോഴേക്കും ഫുഡെല്ലാം എടുത്തു വെച്ചിരുന്നു. അവർ 3 പേരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. ആർദ്ര എന്താ ഇവിടെ കയറാതെ പോകുന്നേ? ശിവരശ്മിയോടെ ചോദിച്ചു. എന്താ തിരക്കുണ്ട്, അത്യാവശ്യമായി ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞു. പക്ഷെ സത്യത്തിൽ അത് നല്ല കാര്യം. ചേട്ടയെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ടാണ്. എന്നെ ഫേസ് ചെയ്യാനുള്ള മടിയോ? ശിവ സംശയത്തോടെ ചോദിച്ചു. അതെ, സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഒന്നും ആദ്യേട്ടൻ ചേട്ടയോട് തുറന്നു പറഞ്ഞില്ലല്ലോ, അതിൻ്റെ ഒരു കുറ്റബോധം. ഇവിടെ ചിലർക്കില്ലാത്ത കുറ്റബോധം അവനുണ്ടോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് പറഞ്ഞ് ശിവ എണീറ്റ് പോയി. ശിവ എണീറ്റ് പോയതും പാറുണയും കഴിക്കാൻ നിർത്തി എണീറ്റു. ചേച്ചി എന്താ മുഴുവൻ കഴിക്കാത്ത? കുഞ്ഞിന് പാല് കൊടുക്കാനുള്ളതല്ലേ, അപ്പം ഇങ്ങനെ കഴിക്കാതിരുന്നാൽ പറ്റില്ല. രശ്മി ശാസ്ത്രയോടെ പറഞ്ഞു. വേണ്ട മോളെ, വിശപ്പില്ല. അത് പറഞ്ഞ് അവളും പ്ലേറ്റും ശിവയുടെ പ്ലേറ്റും എടുത്ത് അടുക്കളയിലേക്ക് നടന്നു. രാത്രി ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു പാർവണ. ശിവയും കുഞ്ഞിനെയും കുറിച്ചായിരുന്നു അവളുടെ ചിന്ത. ചേച്ചി കിടക്കുന്നില്ലേ? സമയം ഒരുപാടായല്ലോ. ബാൽക്കണിയിലേക്ക് വന്ന രശ്മി ചോദിച്ചു. മോള് പോയി കിടന്നു, എനിക്ക് ഉറക്കം വരുന്നില്ല.
അവൾ വീണ്ടും ബാൽക്കണിയിലെ റീലി പിടിച്ചുകൊണ്ട് അകലേക്ക് നോക്കി നിന്നു. കുറെ കഴിഞ്ഞിട്ട് ഉറക്കം വരുന്നില്ല. മനസ്സിൽ വല്ലാത്ത സങ്കടം. ഒന്ന് കരയാൻ പോലും കഴിയുന്നില്ല. അവൾ ബാൽക്കണിയിൽ നിന്ന് റൂമിലേക്കാണ് പോയത്. കുഞ്ഞ് തൊട്ടിലിൽ കിടന്ന് നല്ല ഉറക്കത്തിലാണ്. അവൾ കുഞ്ഞിന്റെ നെറുകയിലൊന്ന് തലോടിയ ശേഷം ബെഡിൽ കിടക്കുന്ന ശിവയെ ഒന്ന് നോക്കി അവന്റെ അരികിലിരുന്നു. പാർവണ കുറെ നേരം നിഷ്കളമായി ഉറങ്ങുന്ന അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ഒന്ന് കുനിഞ്ഞ് അവന്റെ നെറുകയിൽ ഉമ്മ വെച്ചു. അവൾ അവനെ ഒന്നുകൂടെ നോക്കിയ ശേഷം എണീറ്റ് പോവാൻ നിന്നതും ശിവയുടെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി. അവൾ പേടിച്ചുകൊണ്ട് ബെഡിലേക്ക് വീണു. നോക്കുമ്പോൾ അവൻ കണ്ണടച്ച് തന്നെയാണ് കിടക്കുന്നത്. ശിവയെ അത്ര അരികിൽ കണ്ടതും പാർവണ അവന്റെ ഇരു കണ്ണുകളിലും പതിയെ ഉമ്മ വെച്ചു. തന്റെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കൈകൾ എടുത്തു മാറ്റി പാർവണ എണീക്കാൻ നിന്നതും ആ കൈകളുടെ പിടി ഒന്നുകൂടെ മുറുകി. ശിവ കണ്ണുകൾ അടച്ചു തന്നെയാണ് കിടക്കുന്നതെന്ന് കണ്ടതും അവൾ വീണ്ടും അവന്റെ കൈ എടുത്തു മാറ്റാൻ നിന്നു. ഒതുങ്ങിക്കിടക്കടി പെണ്ണേ, അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പം അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ? ഞാനാണെങ്കിൽ ഉമ്മ വെക്കുകയും ചെയ്തു. അവൻ എന്തെങ്കിലും കരുതി കാണാവോ? പാർവണയ്ക്ക് ഓരോന്ന് ആലോചിച്ച് വല്ലാത്ത അസ്വസ്ഥത തോന്നി. ശിവ, എനിക്ക് പോകണോ? നിനക്ക് പോവാൻ പറ്റുമെങ്കിൽ പൊക്കോ. അത് പറഞ്ഞ ശിവ അവളെ തൻ്റെ ഇരു കൈകൾ കൊണ്ട് വലിച്ചു മുറുക്കി അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് കിടന്നു. നിനക്ക് എന്നോട് ദേഷ്യം? അവൾ മുഴുവൻ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പേ ശിവ അത് തടഞ്ഞു. സമയം ഒരുപാടായി, കിടന്നുറങ്ങാൻ നോക്ക്. അവൻ വീണ്ടും കണ്ണുകൾ അടച്ച് കിടന്നു. ഞാൻ ഏത് ജന്മത്തെ ചെയ്ത പുണ്യത്തിലാണോ എൻ്റെ പതിയെ ഇവനെ കിട്ടിയത്? ഞാനെന്നും വേദനിപ്പിച്ചിട്ട് മാത്രമേ ഉള്ളൂ. സ്വന്തം രക്തത്തെ പോലും അവനെ നിന്ന് അകറ്റി. എന്നിട്ടും ദേഷ്യത്തോടെ ഒരു വാക്കുപോലും അവൻ പറഞ്ഞിട്ടില്ല. എന്നും സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഓരോന്ന് ആലോചിക്കുന്നവരും അവളുടെ കണ്ണുകൾ നിറഞ്ഞു നൽകുന്നുണ്ടായിരുന്നു. നീയായിട്ട് എല്ലാ സത്യങ്ങളും എന്നോട് തുറന്നു പറയുന്നവരെ ഞാൻ കാത്തിരിക്കും. ഞാനായിട്ട് നിന്നോടൊന്നും ചോദിക്കുകയില്ല. ശിവയെ ആത്മകഥിച്ചു. രാവിലെ ശിവയാണ് ആദ്യം ഉറക്കമുണർന്നത്. തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന പാർവണയെ കാണുന്തോറും അവൻ്റെ ഉള്ളിൽ വാത്സല്യം നിറഞ്ഞു. അവളുടെ നെറുകയിലൊന്ന് ഉമ്മ വച്ച ശേഷം തൻ്റെ മേലിൽ നിന്നും താഴേക്ക് ഇറങ്ങിക്കിടത്തി. കുളിച്ച് ഫ്രഷായി അവൻ കുഞ്ഞിനെ തൊട്ടിൽ നിന്നെടുത്തു. മുകളിൽ നെറുകയിലൊന്ന് ഉമ്മ വെച്ച ശേഷം പാർവണ അടുത്തായി കിടത്തി. കുഞ്ഞിൻ്റെ മറുഭാഗത്ത് തടസ്സമായി തലവണ വെച്ച ശേഷം അവൻ ശബ്ദമുണ്ടാക്കാതെ മുറി വിട്ടിറങ്ങി. കുഞ്ഞിൻ്റെ ശബ്ദം കേട്ടാണ് പാർവണ കണ്ണു തുറന്നത്. കുറുമ്പി ഉറക്കമുണർന്ന് കൈക്കാലുകൾ ഇട്ട് കളിക്കുകയാണ്. അമ്മയുടെ ശിവമോള് ഉറങ്ങിയണീറ്റോ? കുഞ്ഞിൻ്റെ കവിളി തട്ടി പാർവണ ചോദിച്ചു. എന്താടോ അവേ? അവൾ കുഞ്ഞിനെ ബെഡിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് നടന്നു. ശിവ എവിടെയും കാണാനുണ്ടായിരുന്നില്ല. അവൾ നേരെ രശ്മിയുടെ മുറിയിലേക്ക് നടന്നു. അവൾ ചെല്ലുമ്പോൾ രശ്മി ബാഗ് പാക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് നീ എങ്ങോട്ടെ രശ്മി? പാർവണ സംശയത്തോടെ ചോദിച്ചു. അപ്പൊ ചേച്ചി റെഡിയായില്ലേ? നമ്മളിന്ന് നാട്ടിലേക്ക് പോവല്ലേ? നാട്ടിലോ? ആരാ പറഞ്ഞേ? ചേട്ടായി. രാവിലെ ചേട്ടായി പറഞ്ഞല്ലോ നമ്മൾ നാട്ടിലേക്ക് പോവാന്ന്. എന്നോട് ബാഗ് പാക്ക് ചെയ്യാനും പറഞ്ഞു. ഉച്ചയ്ക്കാണോ ഫ്ലൈറ്റ്? ടിക്കറ്റ് എല്ലാം ചേട്ടായി ബുക്ക് ചെയ്തിട്ടുണ്ട്. അവൾ ബാഗിൽ ഡ്രസ്സെല്ലാം മടക്കി സന്തോഷത്തോടെ പറഞ്ഞു. എന്നിട്ട് ശിവ എവിടെ? അറിയില്ല, വേഗം ഒന്നും പുറത്തേക്ക് പോയിട്ട് വരാന്ന് പറഞ്ഞ് ചേട്ടൻ പോയിട്ടുണ്ട്. അത് കേട്ടതും പാർവണ തൻ്റെ റൂമിൽ തിരിച്ചു വന്നു. അപ്പോൾ ശിവ തിരിച്ചു പോവാണല്ലേ? എന്നോട് അവനൊന്നും പറഞ്ഞില്ലല്ലോ. ഇനി കുഞ്ഞിനെ കൊണ്ടുപോകാനായിരിക്കോ? ഇല്ല, ഞാൻ അതിന് സമ്മതിക്കില്ല. എനിക്കെൻ്റെ മോളില്ലാതെ പറ്റില്ല. അവൾ കുഞ്ഞിനെ തന്നോട് അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ഒരു പതർച്ചയോടെ ബെഡിലേക്ക് ഇരുന്നു. എത്ര സമയം അങ്ങനെ ഇരുന്നെന്ന് അവൾക്ക് പോലും അറിയില്ല. കുറെ കഴിഞ്ഞ് ഡോർ തുറന്ന് ആരോ അകത്തേക്ക് വന്നതും പാർവണ തല ഉയർത്തി നോക്കിയപ്പോൾ അത് ശിവയായിരുന്നു. പാർവണ കണ്ണെടുക്കാതെ അവനെ തന്നെ കുറച്ചു നേരം നോക്കിയിരുന്നു. എന്നാൽ ശിവ ഒന്നും ശ്രദ്ധിക്കാതെ തൻ്റെ ബാഗും മറ്റും ഒതുക്കുന്ന തിരക്കിലാണ്. ബാഗ് തോളി തൂക്കിക്കൊണ്ട് അവൻ പാർവണയുടെ അരികിലേക്ക് വന്നു. ശിവ അരികിലേക്ക് വന്നവൻ പാർവണ പേടിയോടെ കുഞ്ഞിനെ മുറുകെ പിടിച്ചു. അവൻ തോളി കിടന്ന ബാഗ് ഒന്നുകൂടെ ശരിയാക്കിയ ശേഷം പാർവണയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് നടന്നു. ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാതെ പാർവണ അങ്ങനെ തന്നെയിരുന്നു. പെട്ടെന്ന് സുബോധം തിരിച്ചെടുത്ത് അവൻ ശിവയ്ക്ക് പിന്നാലെ ഫ്ലാറ്റിലേക്ക് നടന്നു. അവിടെ കണ്ണ് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ ഒരു ബാഗുമുണ്ട്. കൂടെ പുറത്തേക്ക് പോകാൻ റെഡിയായി രശ്മി നിൽക്കുന്നുണ്ട്. എന്നാലും ഇറങ്ങിയാലോ, ടൈമായി, ശിവ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ പറഞ്ഞതിനനുസരിച്ച് തലയാട്ടിക്കൊണ്ട് രശ്മിയും കണ്ണനും പുറത്തേക്ക് ഇറങ്ങി. തന്നെ ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ അവർ 3 പേരും പുറത്തേക്ക് പോകുന്നത് കണ്ട് പാർവണയ്ക്ക് ആകെ സങ്കടം വന്നിരുന്നു.
അവൾ കണ്ണു നിറച്ച് വിതുമ്പിക്കൊണ്ട് ഹാളിൽ തന്നെ നിന്നു. കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ ശിവ തിരിഞ്ഞു നോക്കി. എന്നോട് വരാനേ പ്രത്യേകം പറയണ, തമ്പുരാട്ടിക്ക് എഴുന്നള്ളയും താലിപ്പൊലി വേണമായിരിക്കും അല്ലേ? ശിവ അവളെ നോക്കി പറഞ്ഞു. പാറുവണ്ണയുടെ കണ്ണുകൾ വിടർന്നു. അന്തം വിട്ട് നിൽക്കാതെ വരുന്നുണ്ടെങ്കിൽ വാടി, അല്ലെങ്കിൽ നിന്നെ ഞാൻ ഫ്ലാറ്റിലോട്ട് പൂട്ടും, ശിവ കള്ളച്ചിരിയോടെ പറഞ്ഞു. അവന് പിന്നിലായി കണ്ണനും ലക്ഷ്മിയും ചിരി കടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട്. അവർ തന്നെ കളിയാക്കെന്ന് മനസ്സിലായത് അവൾ ദേഷ്യത്തോടെ റൂമിലേക്ക് നടന്നു. അയ്യോ, പണിപ്പാളിന്ന് തോന്നുന്നു ചേട്ടയ്യേ, പാറുവണ്ണ പോകുന്നു നോക്കി രശ്മി പറഞ്ഞു. ഞാൻ അവളെ വിളിച്ചിട്ട് വരാം. അത് പറഞ്ഞ് ശിവ തോളി കിടന്ന ബാഗ് താഴെയിട്ട് റൂമിലേക്ക് നടന്നു. അച്ചയുടെ ചക്കര മോളെ, നിനക്കൊരു കാര്യം അറിയോ? നിന്റെ അമ്മ അച്ചോട് പിണക്കാടാ. ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ശിവ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അത് കേട്ട് കുറുമ്പി പെണ്ണ് കാര്യം എന്താന്ന് മനസ്സിലായില്ലെങ്കിലും കുലുങ്ങി ചിരിക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ട് പാർവണിയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നെങ്കിലും അവൾ അത് മനഃപൂർവ്വം ഒളിപ്പിച്ചു. ഡി, വേഗം റെഡിയായി വരാൻ നോക്ക്, ഫ്ലാറ്റിന് സമയായി, അവൻ തിരക്കിട്ട് പറഞ്ഞു. ഞാനെങ്ങോട്ടുമില്ല. അന്നില്ലാത്ത നിങ്ങളെല്ലാവരും കൂടെ എന്നെ പറ്റിച്ചില്ലേ, എങ്ങനെ സങ്കടപ്പെടുത്തിയില്ലേ? അത് കേട്ടതിന് ശിവ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് അവൾക്ക് മുന്നിൽ മുട്ടുകുത്തിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 1.5 കൊല്ലം നീ എന്നെ പറ്റിച്ചതോ, സങ്കടപ്പെടുത്തിയതോ, അതിനൊന്നും ഒരു വിലയില്ലേ? അത് പറയുമ്പോൾ ശിവയുടെ സ്വരം ഇടറിയിരുന്നു, കണ്ണുകൾ നിറഞ്ഞിരുന്നു. അത് കണ്ട് പാർവണിയുടെ ഹൃദയത്തിൽ തന്നെ കൊണ്ടു. അത് പിന്നെ നീ ഒപ്പിട്ടയച്ച ഡിവോഴ്സ് നോട്ടീസ് ഇപ്പോഴും എൻ്റെ മുറിയിൽ ഇരിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞ് ഉപേക്ഷണമായില്ലേ? നീ വേറെ കല്യാണം കഴിച്ചൂല്ലേ? നീ എന്നെ മറന്നൂല്ലേ? അങ്ങനെ എത്ര കള്ളങ്ങൾ പറഞ്ഞ് എന്നെ പറ്റിച്ചു. അന്ന് ഞാൻ പറഞ്ഞ് കേൾക്കാൻ തയ്യാറായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയാവുമായിരുന്നു? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള കാലങ്ങളാണ് നീ നഷ്ടപ്പെടുത്തിയത്. എൻ്റെ കുഞ്ഞിൻ്റെ ഓരോ വളർച്ചയും കൺമുന്നിൽ കാണാൻ ഞാൻ എത്ര ആഗ്രഹിച്ചിരുന്നു എന്ന് നിനക്കറിയോ? ശിവ, ഞാൻ വേണ്ട, ഇനി പഴയതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ റെഡിയായി വാ, ഞങ്ങൾ പുറത്ത് കാണാം. ശിവ കുഞ്ഞുമായി പുറത്തേക്ക് നടന്നു. അവൻ പറഞ്ഞ വാക്കുകൾ പാർവണിയെ ചുട്ടുപൊള്ളിച്ചിരുന്നു. അവൻ പറഞ്ഞ എല്ലാം സത്യമാണ്. എൻ്റെ അറിവില്ലായ്മ കൊണ്ടും എടുത്തുചാട്ടം കൊണ്ടും ഞങ്ങളുടെ ജീവിതത്തിലെ മനോഹരമായ കാലങ്ങളാണ്, നിമിഷങ്ങളാണ് ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അവൾ മനസ്സിൽ ഓരോന്ന് തീരുമാനിച്ചുറപ്പിച്ച് പോവാനായി റെഡിയായി. അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ബാഗിലാക്കി പുറത്തേക്ക് നടന്നു. പാറുണ കൂടെ വന്നതും അവർ ഫ്ലാറ്റ് പൂട്ടി പുറത്തേക്ക് ഇറങ്ങി. ക്യാബ് വിളിച്ചാണ് അവർ എയർപോർട്ടിലെത്തിയത്. വൈകുന്നേരത്തോടു കൂടെ അവർ വീട്ടിലെത്തി. ഗേറ്റ് കടന്ന് കാർ വീടിന് മുന്നിലെത്തിയതും പാറുണയുടെ ഹൃദയമെടുപ്പ് വർദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്നത്തെ പാർട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ, താങ്ക് യു.